2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 ഞങ്ങൾ രണ്ടുപേരും അതെന്ത് കണക്കാതെ ഞങ്ങൾ രണ്ടുപേരും ടീം ഇല്ലില്ല ഞങ്ങൾ കേട്ടോ അങ്ങനെ ഉണ്ടാവും ഞങ്ങൾ സെന്റർ ഇറക്കും ഞങ്ങൾ സെന്റർ ഇറക്കും എന്ത് സെന്റർ ഇറക്കണം നിങ്ങൾ വലിയ ടീമും ഞങ്ങൾ കൊച്ചു ടീമോ ഗോൾ ഞങ്ങൾ സെന്റർ ഇറക്കും ഗോൾ അടിക്കാനാണ് എടുത്തരാം ഈ കള്ളപ്പർ കൂട്ടി കണ്ട ഇത് കണ്ട എന്താണ് എവിടുന്നാണ് പൂച്ച അതൊക്കെ ഞാൻ ഒപ്പിച്ചത് ഈ അച്ചു കൊറേ കാലം ഒരു പൂച്ചനെ വേണം എന്ന് പറയും അതുകൊണ്ട് കൊണ്ടുവന്നാണ് അവൻ വളർത്തട്ടെ എടുത്തോ ആ എടുക്കണം അതേ അപ്പുറത്തെ വീട്ടിലെ പൂച്ച പ്രസവിച്ച് ഒരു 5-6 കുഞ്ഞുങ്ങളുണ്ട് അതിനൊക്കെ അടിച്ചുകൊണ്ടെന്നിട്ട് എന്റെ വീട്ടിലിട്ട് അപ്പൊ ഇവള് പറഞ്ഞ് എടുത്ത് കളയുന്ന ഇന്ന് ഒരെണ്ണത്തിന് ഞാനിങ്ങനെ എടുത്തോണ്ട് വന്നതാണ് പാല് കൊടുത്ത് വളർത്തുന്നവൻ പോയിട്ട് പാലുണ്ട് ചോദിച്ചാൽ അമ്മ എടുത്ത് നല്ലതാണ് എടാ ഇതെങ്ങനെ ചാടിപ്പോയിനി അതിന്റെ ചുണ്ടത്തെ ഇത്തിരി വെളിച്ചെണ്ണ തേച്ചു കൊടുത്താൽ മതി പിന്നെ ഈ പെരക്കാത്ത തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടന്നോളൂ നിന്നെ പോലെ പണിക്കും പോലും എങ്ങും പോകില്ല എന്തിനടാ പോയി എടുത്തോണ്ടാ അങ്ങനെയെങ്കിലും അവരുടെ ശരീരം ഒന്നുള്ള കേട്ടെ അമ്മ പാലുണ്ടാ പാലോ എന്തിന് പൂച്ചക്കുട്ടിക്ക് എവിടെ നിന്നേ ജോസുട്ടി മാമന്റെ വീട്ടിൽ കുറച്ച് പൂച്ചക്കുട്ടികളുണ്ടേ അപ്പൊ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ജോസുട്ടി മാമന്റെ പുറത്തേക്കുണ്ട് ആരോട് ചോദിച്ചിട്ടാ അച്ചു പൂച്ചനെ കൊണ്ടുവരാൻ പറഞ്ഞേ ഒരു പൂച്ച വീട്ടിലുള്ള നല്ലല്ലമ്മ നല്ലതാണെന്നോ എടാ പൂച്ച എങ്ങാനും കടിക്കോ മാന്തോ ചെയ്താണ്ടല്ലോ നിന്റെ ഈ പൊക്കളിന് ചുറ്റുതാ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട വരും എല്ലാം അറിയാമോ പൂച്ചല്ലേ പുലിയൊന്നല്ല എടാ നിനക്ക് കുറച്ച് തറുതല കൂടുന്നുണ്ട് കേട്ടോ ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങി തന്തയ്ക്കും തള്ളയ്ക്കും അതിന്റെ കേട് പൂച്ച പോലും ഇനി പാലിട്ട എന്തൊരു വഴി ഒരു വഴിയില്ല എവിടെ നിന്റെ പൂച്ച ഞാനൊന്ന് കാണട്ടെ വാ ഇങ്ങോട്ട് നല്ല പൂച്ചന് കളയേണ്ടത് ഞാൻ കാണട്ടേടാ നിക്കാൻ നല്ല സമയമില്ല അന്നേരത്താ പേടിയുണ്ടോ നിന്റെ കണ്ണു കണ്ടിട്ട് പേടി ഒരുപാട് നാളായി അച്ചു പറയണേ ഇന്ന് പോന്നപ്പോ ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് പോകും അവനെന്ത് ഇഷ്ടമെന്ന് അറിയാമോ പൂച്ചക്ക് എന്തുപേരിടും ആമിനേക്ക തള്ളമ്മമാരുടെ പേരടാ പുതിയ പേര് വല്ലൂട് പേര് അച്ഛനോട് ചോദിച്ചിട്ടാ മതി കൂട്ടുകാരനെ കിട്ടി മണിക്കുട്ടി മണിക്കുട്ടി വയറെ പിടിക്കല്ലേ ഇതിന്റെ കൂടി ഒരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വയ്യ ഇതിനെ നോക്കാനും പിടിക്കാനൊന്നും കേട്ടോ നീ നോക്കണ്ട പിന്നെ അതിന് സമയത്തിന് ഭക്ഷണം കൊടുക്കണ്ടേ നമ്മൾ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഒരു തിരി അതിന് ഇട്ട് കൊടുത്താ പോരെ അതൊക്കെ നിന്ന് വളർന്നു പോക്കോളൂ ഇതെന്താ ആനയൊന്നുമല്ലല്ലോ ഒരു പൂച്ചക്കുട്ടിയല്ലേ അതുപോലെ മിണ്ടാപ്രാണിക്ക് ഭക്ഷണം കൊടുത്താൽ വീടിന് ഐശ്വര്യം ഉണ്ടാവില്ല അമ്മേ അതല്ല ഇതിന്റെ രോമെങ്ങാനെ കുട്ടികളെ വയറ്റി ചെന്നാ പിന്നെ വയറുവേദന മാറിയിട്ട് സമയം ഉണ്ടാവില്ല അതൊന്നും വരില്ലടി മാത്രല്ല ജോസൂട്ടിയെ ഒരു പൂച്ച വീട്ടിലുണ്ടാവുന്നത് വളരെ നല്ലതാണ് പിന്നില്ലേ ഇപ്പൊ ഈയിടെ പത്രത്തിലും ടിവിയിലൊക്കെ ഒരു വലിയ ന്യൂസ് ഉണ്ടായില്ലേ ഒരു പെണ്ണ് ഭർത്താവിനും പിന്നെ കുട്ടിക്ക് പിന്നെ കുടുംബത്തിലുള്ള ഏതൊക്കെയോ ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് കൊന്നു അതും ഭക്ഷണത്തിന് ഭക്ഷണം കലർത്തിയിട്ട് അപ്പൊ ഒരു പൂച്ച വീട്ടിലുണ്ടെങ്കിൽ നല്ലതാ വീട്ടില് പെണ്ണുങ്ങളൊക്കെ വെച്ചുണ്ടാക്കണ ഭക്ഷണേ ആദ്യം ഈ പൂച്ചക്ക് ലേശം കൊടുത്തിട്ട് പൂച്ച ചാവണില്ലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ കഴിച്ചാൽ മതിയല്ലോ അത് നല്ലതാണല്ലോ ഞാൻ ഇന്നലെ ഒന്ന് പരീക്ഷിച്ചു വീട്ടില് നമ്മുടെ പട്ടിക്കൊന്ന് കൊടുത്തു നോക്കി ഇത്തിരി സൂപ്പ് ഒരു കുഴപ്പമില്ല ഇതുവരെ ഏട്ടാ അതെന്നാ വർത്താനാ ഏട്ടാ പറയുന്നേ
എന്തേ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഞാൻ തന്നെയല്ലേ നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഇടി ഞാൻ വെറുതെ പറഞ്ഞല്ലേ. വെറുതെ പറഞ്ഞതാണ്. അല്ല മല്ലികെ, പൂച്ചനെ കൊണ്ടുവന്ന് ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോളാം കേട്ടോ. ഇനി അത് പറഞ്ഞ് കുടുംബാലം ഉണ്ടാക്കണ്ട. പൂച്ചയുടെ അല്ല, ഏട്ടന്റെ മനസ്സിലിപ്പോ എന്താന്ന് കേട്ടില്ലേ? ശരി, ഒരു തമാശ പറഞ്ഞതല്ലേന്ന്. നിങ്ങളുടെ ഒരു തമാശ. ഒരു കാര്യം ചെയ്തോ, തന്നെ താൻ ഉണ്ടാക്കി അങ്ങോട്ട് കഴിച്ചോ. എന്നെ ഇനി ഒന്നിനും കിട്ടത്തില്ല. നല്ല കാര്യമുണ്ടാ? കുഴപ്പമായാ? ഏതെങ്കിലും പെണ്ണുങ്ങൾ സഹിക്കുന്ന കാര്യമുണ്ടോ ഇത്? ഭാര്യമാരുണ്ടാക്കി തരുന്ന ആഹാരം പൂച്ചയ്ക്ക് കൊടുത്തിട്ട് അത് ചത്തില്ലെങ്കിൽ കഴിക്കാം. അത് തമാശ പറഞ്ഞല്ലേ അമ്മ. തമാശ പറയുന്നത് ഞാൻ വെറുതെ പോണ അടുത്തത്. ഇന്നലെ എന്റെ മെക്കിട്ടായിരുന്നു ഇത് തന്നെ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഇതാണ് തമാശ. അല്ല ജോസ, എന്തോന്നാണ് ഇങ്ങനെ? ചിലവർക്ക് അത് പിടിക്കൂല. ഞാൻ ഇന്നലെ ജസീനോട് പറഞ്ഞു, ഇവള് ഇത് തന്നെയാണ് കോള്. അവൾക്ക് ഭ്രാന്താണ്. അമ്മ ഒന്ന് ഞാൻ ഒതുക്കേരി. അടുത്ത ആള്. ഇവിടെ മാത്രമൊന്നും അല്ല, ഇന്നലെ വീട്ടിൽ കിടന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. 3-4 ദിവസമായിട്ട് ടീച്ചറിന് മുട്ടുവേദന എന്ന് പറഞ്ഞ് ചെവിതല കേൾപ്പിക്കാണ്ട് ഞാൻ ഇന്നലെ ഒരു ആട്ട് സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു. അത് കൊടുത്ത പാടെ എന്താ കാണിച്ചെന്നറിയാമോ? മണപ്പിച്ച് നോക്കിയിട്ട് പട്ടീനെ അന്വേഷിച്ച് കൊടുക്കുക, അതിന് കൊടുത്തിട്ട് കഴിക്കത്തുള്ളൂ എന്ന്. ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? ലാസ്റ്റ് ഞാൻ ബഹളം ഉണ്ടാക്കി പറയാ, കോമഡി പറഞ്ഞത് തമാശയാണ്. തമാശ ഞാനിനി ഒന്നും ഉണ്ടാക്കുന്നില്ല. അവരെ എന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ, അവരെന്നെ വെച്ച് വിളമ്പി എന്താന്ന് വെച്ചാൽ കഴിച്ചോട്ടെ. ഞാൻ ഒന്നും ചെയ്യില്ല. അങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ലാസ്റ്റ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഈ ആണുങ്ങളുടെ മനസ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ആ പെണ്ണുമ്പിള്ള എങ്ങാണ്ട് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ബാക്കി ലോകത്തുള്ള പെണ്ണുങ്ങളെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയണേ? ഞാൻ എന്റെ അച്ഛനും അമ്മേനെ ഇട്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അല്ല, എന്റെ ഗതികേട് എനിക്ക് ഇതിന്റെ ഒരു കാര്യമില്ലായിരുന്നു. ആ വിചാരം, അങ്ങനെയൊക്കെ വിചാരം ഉണ്ടെങ്കിൽ അവരങ്ങനെ കാണിക്കത്തില്ലല്ലോ. നീ ആ വാട്സപ്പ് തുറന്നിട്ട് നോക്ക്, പെണ്ണുങ്ങളെ കുറിച്ചിട്ട് വരുന്ന ട്രോളുകളും തമാശകളൊക്കെ നോക്ക്. നാണക്കേടാണ്. നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇവരുടെ കൂടെ ജീവിക്കണല്ലേ, ഇവർക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ നമ്മളെ കുറിച്ച്? എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കണേ? അതൊക്കെ അന്ധവിശ്വാസാണ്, അങ്ങനെയൊന്നും ഇല്ല. വാസുട്ടേട്ടാ, നിങ്ങളുടെ പൂച്ച എവിടെ? പൂച്ചതാ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഓന് പൂച്ചന്റെ മുഖത്ത് വെളിച്ചെണ്ണ തേക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് വന്ന് ചോദിച്ചു. എന്നിട്ട് പെരട്ടിച്ചില്ല എന്ന് പറഞ്ഞത് ആ വയക്കൂടിയിരിക്കുന്നു. എടാ, നിനക്ക് പൂച്ചനെ വേണമെങ്കിൽ ഞാൻ 3-4 കൊണ്ടുവന്ന് അത് കൊണ്ടുവന്നു പറഞ്ഞില്ലേ? നീ വേണേ എണ്ണ തേച്ച് കുളിപ്പിച്ചോ. നീയല്ലേ എണ്ണ തേക്കാൻ വേണ്ടി എണ്ണ എടുക്കാൻ പോയത്? അവൻ അതിനു മുമ്പേ തേച്ച എണ്ണ. പോയി അച്ചോ അച്ചോ ഇവിടെ എന്താ നസീമിനെ കളിക്കാൻ കൂട്ടാത്ത? അവന് പൂച്ചനെ പേടിയില്ലേ? എനിക്ക് പേടിയല്ലാഞ്ഞിട്ടല്ല, ഞാൻ ഫസ്റ്റ് എണ്ണ തേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ സമ്മതിച്ചില്ല. ഇങ്ങനെ തൊടാൻ പേടിക്കും. അതാണ് ഞാൻ എണ്ണ തേക്കാൻ വേണ്ടിട്ട് എണ്ണ എടുക്കാൻ എല്ലാരും കൂടിയിട്ട് കളിക്ക്, ഒരുമിച്ച് കളിക്ക്. കൂട്ടാൻ വെക്കണമെന്ന് പറയല്ലേടാ. ജെസ്സി ഇപ്പൊ അവിടെ ഒരു കച്ചറുണ്ടായിട്ടാണ് പോയിട്ടുണ്ട്. അല്ല, ഈ പൂച്ചയുടെ കേസിലെ മല്ലിക ഒരു ലേശം കലിപ്പിലാണ്. അപ്പൊ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയിരിക്കാണ്. അടുത്ത ആളെ ആശ്വസിപ്പിക്കാൻ. എന്റെ കർത്താവേ, 3 ആളും കൂടി ചേർന്നാല് ന്യൂക്ലിയർ ബോംബ് അല്ലേ ഔട്ടോ.